പ്രൈസ് ദി ലോർഡ്. ഒരു പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ എക്സ്പെൻസസും അയാളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സർക്കാരാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമായാലും അതിൽ ജോലി ചെയ്യുന്ന ആളുടെ എക്സ്പെൻസസ് എല്ലാം നോക്കുന്നത് ആരാണ്? ആ പ്രൈവറ്റ് സ്ഥാപനമാണ് അല്ലേ? ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം തന്ന് ആ പ്രൈവറ്റ് സ്ഥാപനമാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവ മക്കളെ കർത്താവ് എത്ര അധികമായിട്ട് പോറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെട്ടുകൊണ്ടോ ഇല്ലെങ്കിൽ പല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്. ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 4:19 വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. യേശുക്രിസ്തു വഴിയാണ് കർത്താവ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത്. നമ്മൾക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഉറച്ചു കഴിയുമ്പോഴേക്കും അവൻ വഴിയായിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകുകയാണ്. യേശുക്രിസ്തുവിനെ, കർത്താവിനെ വിശ്വസിച്ച് കഴിയുന്ന നമുക്കൊരാൾക്കും ഒരു കുറവും ഉണ്ടാവുകയില്ല. സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ടല്ലോ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ അലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവന് എന്നും ഒരു കുറവും ഉണ്ടാവത്തില്ല. നമ്മൾ പറയും, ജീവിതത്തിൽ എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നില്ലല്ലോ, ഞാൻ കർത്താവിന് വേണ്ടി ഇത്രമാത്രം ഓടിയതാണല്ലോ. കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളല്ല കർത്താവ് ഫോക്കസ് ചെയ്യുന്നത്, ആവശ്യങ്ങളാണ്. അതാണ് വചനത്തിൽ പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവവുമായിട്ട് വേണം നമുക്ക് ബന്ധമുണ്ടാവാനായിട്ട്. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് നമുക്ക് എല്ലാ കൃപകളും ഒഴുകി വരുന്നത്. ആ യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് ബന്ധത്തിലായിരിക്കാനായിട്ട് വചനം വഴി നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം. അതുവഴിയായിട്ട് അവൻ വഴി അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കിട്ടുന്ന എല്ലാം തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകും. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഈ ഒരു വിശ്വാസത്തോടെ നമുക്കിരിക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഞാൻ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാനായിട്ട് പോകുന്നില്ല. ദൈവം നടത്തിക്കൊള്ളും. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.